എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ഇന്ന് അവസാനിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. എങ്ങനെ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള വേക്കൻസി ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഏത് സ്കൂളുകളിലേക്കാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് ഏതൊക്കെ ജില്ലകളിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ സ്കൂളിൻ്റെ പേരും ഒരു പേപ്പറിലോ മറ്റോ എഴുതി വയ്ക്കുക. ഇതിൽ വേക്കൻസി ഇല്ലാത്ത സ്കൂളുകളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു ജില്ലകളിലേക്ക് വേണമെങ്കിലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നൽകുന്ന പേജ് വഴി തന്നെ നിങ്ങൾക്ക് ആ ഒരു മറ്റൊരു സ്കൂളിലേക്ക് കൂടി അത് മറ്റൊരു ജില്ലയിലെ സ്കൂളുകൾ കൂടി വേണമെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേരളത്തിലെ ഏതൊരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും ഇതുവഴി അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഏത് ജില്ലയിലെ ആ ഒരു വേക്കൻസിയാണ് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ആണ് അറിയേണ്ടത്. ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഗെറ്റ് ഡാറ്റ എന്നത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് വരുന്നതും നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൻ്റെ പേരും അതുപോലെ തന്നെ സ്കൂളിൻ്റെ കോഡും കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യാൻ കാരണം ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ സ്കൂളിൻ്റെ പേരും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് സ്ക്രോൾ ചെയ്ത് പോവേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു അതായത് സ്ക്രോൾ ചെയ്യുക വെച്ചാൽ ഇങ്ങനെ നീക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇവിടെ 901005 എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സ്കൂളിൻ്റെ പേര് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു കോഡ് കറക്റ്റായിട്ട് ഏതാണ് കോഡ് എന്നുള്ളത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണമെങ്കിൽ ആ സ്കൂളിൻ്റെ പേരും അതുപോലെ ഒരു കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലാണ് അതുപോലെ അവസാനിക്കുന്നത് ഏതിലാണ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം 90 അവസാനം 05 ഇങ്ങനെ നോക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതാണ് ആ ഒരു സ്കൂളിൻ്റെ കോഡ് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് ആ സ്കൂളിൻ്റെ കോഡ് ഫുള്ളായിട്ട് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട സ്കൂളിൻ്റെ ഒക്കെ ആ ഒരു കോഡ് ഒരു പേപ്പറിൽ സ്കൂളിൻ്റെ പേരും കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ചെയ്യാവുന്നത് ഇതാണ്. അതായത് ഇതുവരെ രജിസ്ട്രേഷൻ ഓൾറെഡി ചെയ്തിട്ടുള്ള മുൻ അലോട്ട്മെൻറ്റുകളിലൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും അതായത് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡ് നൽകുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. അതുകൂടി ഈ ഒരു ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ റിഫ്രഷ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണ് ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനിലെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താവുന്നതും അതുപോലെ തന്നെ തെറ്റുകൾ ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് നേരെ അടുത്ത സ്റ്റെപ്പിലേക്ക് സേവ് ചെയ്തുകൊണ്ട് പോകാവുന്നതുമാണ്. സേവ് ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് മുകളിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഓരോ സ്റ്റെപ്സും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ ഡീറ്റെയിൽസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ വിദ്യാർത്ഥികൾ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളും കോഴ്സും ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ ഈ ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുക. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾ നൽകുന്ന ഓപ്ഷൻ എത്രാം സ്ഥാനത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഏത് കോളേജല്ല ഏത് സ്കൂളാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആ ഒരു സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓൾറെഡി നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി താഴെ ലിസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഇല്ലാത്ത സ്കൂളുകളും കോഴ്സുകളും നിങ്ങൾ കറക്റ്റായിട്ട് ഇതേ രീതിയിൽ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സ്ഥാനം എത്രാമതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് സെലക്ട് ചെയ്യുന്നില്ലെങ്കിൽ ലാസ്റ്റ് എന്നുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ അത് 1 by 1 ആയിട്ട് ലിസ്റ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം സ്കൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് കോഴ്സിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ആഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ വീണ്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സ്കൂളുകളും ഇതേ രീതിയിൽ തന്നെ ആദ്യം
നിങ്ങൾ ഏത് സ്കൂളാണ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഏത് കോഴ്സാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം ആഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരേ സ്കൂളിൽ തന്നെ വേണമെങ്കിൽ ഒരേ സ്കൂളിൽ തന്നെ എല്ലാവിധ കോഴ്സുകൾക്കും അപ്ലൈ ചെയ്ത ശേഷം പിന്നീട് അടുത്ത സ്കൂളിലേക്ക് നിങ്ങൾക്ക് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ ഓപ്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകിയുള്ള എല്ലാവിധ സ്കൂളിൻ്റെയും കോഴ്സിൻ്റെയും വിവരങ്ങൾ കാണാം. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥി ചെയ്യേണ്ടത് ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു അതായത് നിങ്ങൾക്ക് സബ്മിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അല്ലെങ്കിൽ സേവ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സോ മറ്റ് ഡീറ്റെയിൽസോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കത് കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതൊന്നും ഇല്ല എങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, അത് കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. അപ്പോൾ പ്രിവ്യൂ പേജിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയുള്ള എല്ലാവിധ വിവരങ്ങളും, അത് നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ നിങ്ങളുടെ റിലീജിയൻ, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷൻ നൽകിയിട്ടുള്ള സ്കൂളിൻ്റെയും കോഴ്സിൻ്റെയും ലിസ്റ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവിധ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നിങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് പരിശോധിച്ച ശേഷം എവിടെയെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ അത് തിരുത്തിയ ശേഷം അത് നിങ്ങൾക്ക് ഈ ഒരു പ്രിവ്യൂ പേജിൽ തന്നെ ഒരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ഓരോ ഭാഗത്തും നിങ്ങൾക്ക് ഏത് ഡീറ്റെയിൽസാണ് തിരുത്താൻ പറ്റുക എന്നുള്ളത് പെൻസിൽ ഐക്കണിൻ്റെ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വിവരമാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അതിനനുസരിച്ച് എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ വിവരം എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അവസാനമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഡിക്ലറേഷൻ ബട്ടൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ പേരും, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ മകൻ ആയിട്ടുള്ള അല്ലെങ്കിൽ മകളായിട്ടുള്ള നിങ്ങളുടെ ആപ്ലിക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ ഡിക്ലറേഷൻ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റാണ് എന്നുള്ളതും ആപ്ലിക്കേഷനിൽ യാതൊരുവിധ തെറ്റുകളും ഇല്ല എന്നുകൊണ്ടും നിങ്ങളുടെ രക്ഷിതാവ് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇതാണ് ആ ഒരു ഡിക്ലറേഷനാണ് ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ആവും. ഇപ്പോൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ അവസാനം ഇതുപോലെയാണ് കാണാൻ പറ്റുക. രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ്, ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പിലോ മറ്റോ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് നിങ്ങളുടെ ഈ ഇതിലേക്ക്, അതായത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലേക്കെങ്കിലും ഷെയർ ചെയ്ത് വെക്കുക. കാരണം അഥവാ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യമായിട്ട് വരും. പിന്നീട് വെബ്സൈറ്റിൽ നിന്ന് വീണ്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നൽകാറില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് വാട്സപ്പിലോ മറ്റോ അത് സേവ് ചെയ്ത് വെക്കണമെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തു വെക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ അതായത് ഈ ഒരു ഡീറ്റെയിൽസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾ രജിസ്റ്റർ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഈ ഫസ്റ്റ് ഇയർ വൊക്കേഷണൽ അഡ്മിഷൻ പ്രോസസ്സിന് രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ യെസ് എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ പറയുന്നത് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ നിങ്ങളുടെയോ അല്ലെങ്കിൽ രക്ഷകർത്താവിൻ്റെയോ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാവിധ ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബേസിക് ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അക്കാദമിക് ഡീറ്റെയിൽസ് എന്നിവയൊക്കെ ഉണ്ട് എന്നുള്ളത് അത് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളുടെ അക്നോളജ്മെൻറ്റ് നൽകിയ ശേഷം ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കണം എന്നുള്ളതാണ്. ഇതിൽ നൽകിയ ശേഷം പ്രൊസീഡ് ഫോർ രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, പുതിയ പാസ്വേഡ് എന്നിവ നൽകി, അതുപോലെ ഇവിടെ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരം എന്നിവയൊക്കെ നൽകി സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യാനായിട്ട് സെൻഡ് OTP എന്ന ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അത് കറക്റ്റായിട്ട് നൽകി സബ്മിറ്റ് ചെയ്യുക. അതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ അതായത് പാസ്വേഡ് കറക്റ്റായിട്ട് മറന്നു പോകരുത്. അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്യുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടൺ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ
പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടല്ല അതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.